Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു 5G ഫോണിന്റെ അൺബോക്സിംഗ് ആണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ഒരു 5G ഫോൺ അൺബോക്സ് ചെയ്യുന്നത്. Realme X7 എന്ന 5G ഫോണാണ്. MediaTekന്റെ 800U പ്രോസസറൊക്കെ വെച്ചുകൊണ്ട് വരുന്ന 5G ഫോൺ. സോ നമ്മൾ ഇതിന്റെ ഒരു അൺബോക്സിംഗ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഒരു 2-3 ദിവസം യൂസ് ചെയ്തതിന് ശേഷം ഇതിന്റെ ഒരു ഫുൾ റിവ്യൂ, ഡീറ്റെയിൽഡ് റിവ്യൂയും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യും. 50 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു ഡിവൈസ് ആണത്. സോ ആ ഒരു ഫാസ്റ്റ് ചാർജിങ്ങിന്റെ പവർ എന്താണ്, എങ്ങനെയുണ്ട്, അതിന്റെ ക്യാമറയുടെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ പതിവായിട്ട് ചെയ്യാറുള്ള പോലെ തന്നെ വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഈ ഒരു 5G ഫോണിന്റെ അൺബോക്സിംഗ് ആണ്. ബോക്സ് കാണാൻ എന്ത് തോന്നുന്നു? ഇതൊരു ഫോൺ ബോക്സ് പോലെ അല്ല തോന്നുന്നതിന് നീളവും പിന്നെ ഈ പുറകിലത്തെ എഴുത്തും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബോക്സുമായിട്ട് സാമ്യം തോന്നുന്നുണ്ടോ? എനിക്ക് ചില ബോക്സുമായിട്ട് സാമ്യം തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇപ്പോൾ ഇതിന്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ബോക്സ് കാണാം. ഞാൻ പറഞ്ഞ പോലെ ഇത്തിരി വ്യത്യസ്തമായ ഒരു ബോക്സ്, ഒരു പാക്കിംഗ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. സാധാരണ വരുന്ന പോലെയല്ല. റിയർ സൈഡിൽ ഒരുപാട് കാര്യങ്ങൾ കാണാം. Dimensity 800U 5G പ്രോസസർ, 50 വാട്ടിന്റെ സൂപ്പർ ഡാർക്ക് ചാർജിങ്, 6.4 ഇഞ്ച് വരുന്ന സൂപ്പർ AMOLED സ്ക്രീൻ, 64MP ട്രിപ്പിൾ ക്യാമറ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് വിശദമായിട്ട് ഫോൺ പരിശോധിക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അൺകവർ ദ എക്സ്ട്രാ ഓർഡിനറി സ്പീഡ് എന്ന് കാണിച്ചുകൊണ്ട് ഒരു ചെറിയ ബുക്ക്ലെറ്റ് കിടങ്ങുന്ന ഒരു ചെറിയ ബോക്സ് ഇരിക്കുന്നുണ്ട്. അതെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫോൺ കാണാം. ഫോൺ കയ്യിലെടുക്കുമ്പോൾ അതിന് നല്ല ഫീൽ ഉണ്ട്. മാറ്റി വെക്കാം. നമുക്ക് ഇതിനകത്ത് വേറെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് നോക്കാം. ടൈപ്പ് സി കേബിൾ ഇതിന്റെ ഒപ്പം വരുന്നുണ്ട്. അപ്പം ഒരു ട്രാൻസ്പെറന്റ് കേസ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി കേസ് തന്നെയാണ്. ഓൾറെഡി റിയൽമി പലപ്പോഴും നല്ല ക്വാളിറ്റി കേസ് തന്നെയാണ്, പലപ്പോഴും എല്ലായ്പ്പോഴും തരുന്നത്. ഇപ്പോഴും നല്ല ക്വാളിറ്റി കേസാണ്. നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് ചാർജിങ് അഡാപ്റ്റർ കാണാം. 65 വാട്ടിന്റെ 6.5 വാട്ട്. അപ്പോൾ ഒരു 65 വാട്ടിന്റെ ചാർജറാണ്. ഡിവൈസ് 50 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് നല്ലൊരു ഫാസ്റ്റ് ചാർജർ തന്നിട്ടുണ്ട്. വലിയ ഫാസ്റ്റ് ചാർജർ തന്നെയാണ്. അതിന്റെ ഒപ്പം തന്നെ ഇവിടെ ഒരു അഡാപ്റ്റർ കൂടി ഇവർ കൊടുത്തിട്ടുണ്ട് ഈ ബോക്സിൽ. അതായത് ഇതിനകത്ത് 3.5mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. പകരം ടൈപ്പ് സി പോർട്ടിൽ നിന്നുള്ള അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫോണിലേക്ക് വരാം. ഒരു നല്ല ഫീൽ ഉണ്ട് കേട്ടോ കയ്യിലെടുക്കുമ്പോൾ തന്നെ. കൊള്ളാം, ഒരു നന്നായിട്ടുണ്ട്. നമ്മൾ ഞാൻ ഓൾറെഡി നല്ലൊരു Realme 7 Pro ഒക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ X7 കയ്യിലേക്ക് വരുമ്പോൾ ഒരു നല്ല ഫീൽ കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നു. ആ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. ഒരു ഗുഡ് ക്വാളിറ്റി, ഒരു പ്രീമിയം ഫീൽ കയ്യിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു നല്ല കംഫർട്ടബിൾ ആയ ഒരു നല്ല ഫോൺ യൂസ് ചെയ്യുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. സോ ഓവറോൾ ഒരു നല്ല ഇംപ്രഷൻ ആണ് ജസ്റ്റ് കയ്യിലേക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ ടോപ്പ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ മുകളിൽ ഒരു നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ മാത്രമാണുള്ളത്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ ആണുള്ളത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്പീക്കർ ഗ്രില്ല്, ടൈപ്പ് സി പോർട്ട്, അതേപോലെ തന്നെ മെയിൻ മൈക്രോഫോൺ, സിം ട്രേ തുടങ്ങിയ കാര്യങ്ങളാണ് കാണുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വോളിയം ബട്ടണുകളാണ്. സോ ബേസിക്കലി നമുക്ക് മനസ്സിലാവുന്നത് ഇതിൽ 3.5mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല എന്ന് തന്നെയാണ്. റിയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നല്ല ബ്യൂട്ടിഫുൾ ആയ റിയർ സൈഡ്. അതിന്റെ റിയൽമി ബ്രാൻഡിംഗ് താഴെയുണ്ട്. മുകളിൽ ട്രിപ്പിൾ ക്യാമറയാണ്. സിം ട്രേ നോക്കിക്കഴിഞ്ഞാൽ ഡുവൽ സിം ആണ്. ഡുവൽ 5G സിം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെമ്മറി കാർഡിന്റെ ഓപ്ഷൻ വരുന്നില്ല. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.4 ഇഞ്ച് വരുന്ന സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. ലെഫ്റ്റ് സൈഡിലേക്ക് ചേർന്ന് നിൽക്കുന്ന പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ് ആണ് കാണുന്നത്. അതിലാണ് 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ. സ്ക്രീൻ ഗാർഡൊക്കെ പ്രീ അപ്ലൈഡ് ആണ്. സോ കേസും സ്ക്രീൻ ഗാർഡും ഒക്കെ ഉള്ള ഒരു സെറ്റപ്പ് തന്നെയാണ് Realme X7 നമ്മുടെ കയ്യിലേക്ക് ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫോൺ ബൂട്ടപ്പ് ചെയ്യാം. ഫോൺ സെറ്റപ്പ് ചെയ്തെടുക്കാം. അതിനിടയ്ക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഒന്ന് കാണാം. 6.4 ഇഞ്ച് വരുന്ന സൂപ്പർ AMOLED ഡിസ്പ്ലേ, ഫുൾ HD ഡിസ്പ്ലേ ആണ്. കൂടിയ റീഫ്രഷ് റേറ്റ് ഒന്നും വരുന്നില്ല. Dimensity 800U 5G പ്രോസസർ ആണ്. റാം 6GB 8GB രണ്ട് വേരിയന്റുകൾ വരുന്നുണ്ട്. LPDDR4X റാം തന്നെയാണ് വരുന്നത്. റോം 128GB UFS 2.1 സ്റ്റോറേജ് തന്നെയാണ്. ഡുവൽ 5G സിം ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 64 മെഗാപിക്സൽ, 8 മെഗാപിക്സൽ, 2 മെഗാപിക്സൽ അങ്ങനെ ട്രിപ്പിൾ ക്യാമറ, 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ, ബാറ്ററി 4310 mAh, 50 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആണ്. സാർ വാല്യൂ, ഹെഡ് സാർ വാല്യൂ 0.917 ആണ്. ബോഡി സാർ വാല്യൂ 0.561 ആണ്. സോ ഒരു ഗുഡ് സാർ വാല്യൂ എന്ന് പറയാം. തിക്നെസ് 8.1mm ആണ്. വെയിറ്റ് 176 ഗ്രാം. 176 ഗ്രാം മാത്രമേ ഉള്ളൂ. ലൈറ്റ് വെയിറ്റ് ആണ്. പ്രൈസ് 6GB റാം 128GB സ്റ്റോറേജിന് 19,990 ആണ് വരുന്നത്. 8GB റാം 128GB സ്റ്റോറേജിന് 21,990 ആണ്. സോ നമ്മൾ ഡിവൈസ് സെറ്റപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഡിസ്പ്ലേ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. സൂപ്പർ AMOLED ഡിസ്പ്ലേ ഉള്ള ഒരു ഫോൺ എന്ന് പറയുമ്പോൾ ആദ്യം ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെ കാണിക്കണം. നിങ്ങൾക്ക് ഇവിടെ കാണാം നല്ല ഡീസന്റ് ആയ കോൺട്രാസ്റ്റ് റേഷ്യോ, നല്ല ഡീപ്പ് ബ്ലാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഡീസന്റ് ആയ ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിലുള്ളത്. സോ മീഡിയ കൺസംഷൻ നിങ്ങളുടെ ഒരു പ്രൈമറി ടാസ്ക് ആണെങ്കിൽ, നിങ്ങൾക്ക് മീഡിയ കൺസംഷൻ ഒക്കെ വളരെ താല്പര്യമുള്ള ആളാണെങ്കിൽ, സിനിമകളൊക്കെ കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അടിപൊളി ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ അവർ കൊടുത്തിരിക്കുന്നത്. ഫുൾ HD ഡിസ്പ്ലേ ആണ്. ഇനി Realme UI യിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നല്ല നീറ്റായ UI ആണ്. ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡിന് ചേർന്ന് നിൽക്കുന്ന വളരെ ഭംഗിയുള്ള ഒരു UI തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് കാണാം. കുറച്ചൊന്നുമല്ല, ഒട്ടനവധിയുണ്ട്. അതിൽ കുറേ എണ്ണമൊക്കെ നമുക്ക് ഇതുപോലെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേ ആപ്ലിക്കേഷനൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതിന്റെ Realme UI ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ക്വിക്ക് ടോഗിൾസും കാര്യങ്ങളൊക്കെ നല്ല ഡീസന്റ് ആയ നീറ്റായ ഒരു അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെയാണ്. ഓവറോൾ നല്ല നീറ്റ്നെസ്, നല്ല സ്മൂത്ത്നെസ്,
സെറ്റിംഗ്സിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം യാതൊരു ലാഗോ കാര്യങ്ങളൊന്നുമില്ല, കൂടിയ റീഫ്രഷ് റേറ്റ് ഒന്നും ഇല്ലെങ്കിലും വളരെ സ്മൂത്ത് ആയ ഒരു UI തന്നെയാണ്. അത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡാർക്ക് മോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലുക്കിലേക്ക് മാറും. വളരെ നീറ്റായ ഒരു ഡാർക്ക് മോഡും കാര്യങ്ങളുമാണ്. യാതൊരുവിധ ഇഷ്യൂസും അതിനകത്തില്ല. വളരെ സ്മൂത്ത് ആയ ഒരു UI. എബൌട്ട് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ Realme X7 5G Realme UI വെർഷൻ 1 ആണ് കിടക്കുന്നത്. പുതിയ അപ്ഡേറ്റ് വന്നിട്ടില്ല. ആൻഡ്രോയിഡ് 10 ബേസ്ഡ് തന്നെയാണ് ഇതിപ്പോൾ. Dimensity 800U 6GB റാമിന്റെ വേരിയന്റ് ആണ്. 6GB റാമും 8GB റാമും ഉണ്ട്. ഇതിൽ 6GB റാമിന്റെ വേരിയന്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2 റാം ആയാലും 6GB ആയാലും 8GB ആയാലും സ്റ്റോറേജ് 128 തന്നെയാണ് വരുന്നത്. 128ൽ 113GB യൂസർക്ക് അവൈലബിൾ ആണെന്ന് കാണാം. സോ ഇതൊക്കെയാണ് എബൌട്ട് സെക്ഷനിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ ഫേസ് അൺലോക്കിന്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ തന്നെ വളരെ ഫാസ്റ്റ് ആയ ഒരു പെർഫോമൻസ് ആണ് ഇതിന്റെ ഫേസ് അൺലോക്ക് സംവിധാനങ്ങൾ തരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. യാതൊരു ലാഗും കാര്യങ്ങളും ഇല്ല. വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഫിംഗർ പ്രിന്റ് സെൻസർ, ഫേസ് അൺലോക്ക് തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ഇല്ല. സാർ വാല്യൂ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. നിങ്ങളുടെ ഫോണിൽ തന്നെ സാർ വാല്യൂ കാണാം. ഇനി ഇതിന്റെ DRM ഇൻഫോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം വൈഡ് വൺ L1 സർട്ടിഫൈഡ് ആണ്. സോ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പോലുള്ള പ്രൈം സർവീസുകളിൽ നിങ്ങൾക്ക് നെറ്റ് വീഡിയോസ് ഒക്കെ സ്ട്രീം ചെയ്ത് ഫുൾ HD തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ക്യാമറയുടെ API ലെവലൊക്കെ നോക്കിയാൽ ലെവൽ 3 തന്നെ കൊടുത്തിട്ടുണ്ട്. സോ അതിലും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ക്യാമറ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ തന്നെ നമ്മൾ യൂഷ്വലി പരിചയമുള്ള ഒരു ക്യാമറ സെക്ഷൻ തന്നെയാണ്. നൈറ്റ് മോഡ്, വീഡിയോ, പോർട്രേറ്റ്. വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ HD 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് തന്നെയാണ് വരുന്നത്. കൂടിയ ഫ്രെയിം പെർ സെക്കൻഡ് ഒന്നും കാണിക്കുന്നില്ല. സോ 4K 30 തന്നെയായിരിക്കും. ഫുൾ HD ആകുമ്പോൾ 30യും 60യും വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള സ്പെസിഫിക്കേഷൻ ഒക്കെയാണ് ക്യാമറയുടെ ഭാഗത്ത് കാണുന്നത്. ക്യാമറയുടെ മറ്റു ഓപ്ഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 64 മെഗാ പിക്സലിന്റെ ഓപ്ഷൻ ഉണ്ട്, പോർട്രേറ്റ് മോഡ് ഉണ്ട്. മോറിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും കുറെ ഓപ്ഷൻസ് ഒക്കെ കാണാം. ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. എന്തായാലും യൂഷ്വലി പരിചയമുള്ളൊരു UI തന്നെ. നമുക്കൊന്ന് 2 ഇമേജ് സാമ്പിളുകൾ കൂടി ഒന്ന് എടുത്ത് പരിശോധിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് നല്ലൊരു ക്വാളിറ്റി ഉള്ള ക്യാമറ ഇമേജുകൾ തന്നെയാണ്. ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ രീതിയിലാണ് ഞാൻ പറയുന്നത്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഇതിന്റെ ക്യാമറ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോഴേക്കും നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ളൊരു ക്വാളിറ്റിയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഒരു ഡീസന്റ് ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൂടുതലായിട്ട് ഞാൻ ഇമേജ് ക്വാളിറ്റിയെ കുറിച്ചൊന്നും പറയുന്നില്ല. നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക. വീഡിയോ, ഇമേജ് സാമ്പിളുകളൊക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്തിടുന്നുണ്ട്. സോ ഓവറോൾ Realme X7 പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോൾ യൂസ് ചെയ്യാനുള്ള കംഫർട്ടബിലിറ്റി, ഫുൾ ക്വാളിറ്റി ഉള്ള സൂപ്പർ AMOLED ഡിസ്പ്ലേ, നല്ല പെർഫോമൻസ്, നല്ല ലാഗ് ഇല്ലാത്തൊരു UIയും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ക്യാമറ ഇനീഷ്യലി നോക്കുമ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. മെയിൻ ക്യാമറയിൽ നമുക്ക് നോക്കുമ്പോൾ സ്കിൻ ടോണിൽ ഒരു ചെറിയ വ്യത്യാസമൊക്കെ ഞാൻ കണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതെന്തായാലും വരും ദിവസങ്ങൾ നമ്മൾ വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷം അടുത്ത വീഡിയോകളിൽ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. എന്തായാലും വേറെ ഇഷ്യൂസ് ഒന്നും കാണാനില്ല. ബാക്കി ഹീറ്റിംഗ് ഇഷ്യൂ, ഗെയിമിംഗ് പെർഫോമൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ MediaTek പ്രോസർ എന്ന് പറയുമ്പോൾ ആദ്യം വരിക ഹീറ്റിംഗ് ഇഷ്യൂ വരുമെന്നുള്ള ഒരു പേടിയാണ് എല്ലാവർക്കും വരിക. നമ്മൾ അത് വിശദമായിട്ട് പരിശോധിച്ച് അതിന്റെ ഗെയിമിംഗ് റിവ്യൂ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറയാം. ഇത് റീറ്റെയിൽ യൂണിറ്റ് ആണ്, റിവ്യൂ യൂണിറ്റ് അല്ല. സോ അതുകൊണ്ട് ഇത്തിരി ഡിഫറന്റ് ആയിരിക്കും കാര്യങ്ങൾ. കണ്ടു തന്നെ മനസ്സിലാക്കാം എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത്. സോ ഫൈനലി നമ്മൾ നോക്കിയാൽ Realme X7 ഇപ്പോൾ ഒരു ഇനീഷ്യലായിട്ട് കയ്യിലെടുത്ത് പിടിച്ചപ്പോൾ തന്നെ എനിക്ക് ഓൾറെഡി ഇഷ്ടപ്പെട്ടു. എൻ്റെ വൈഫ് സുമിക്കും ഇത് കണ്ടപ്പോൾ തന്നെ ഫസ്റ്റ് ലുക്കിൽ തന്നെ ഓക്കെ ഇത് കൊള്ളാലോ, നന്നായിട്ടുണ്ടല്ലോ എന്നുള്ള പറയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. സോ ഞങ്ങൾ എല്ലാവർക്കും തന്നെയും ഒറ്റ നോട്ടത്തിൽ എടുത്ത് ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ കംഫർട്ടബിൾ ആയ ലൈറ്റ് വെയിറ്റ്, സ്ലിം, ഓവറുള്ള ഒരു നല്ല ഫോണിന്റെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ UIയും വളരെ ക്ലീൻ ആയ, നീറ്റ് ആയ ഒരു UI ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ക്യാമറ ക്വാളിറ്റി, അതേപോലെ ഗെയിമിംഗ് പെർഫോമൻസ്, 800U ഗെയിം കളിക്കുമ്പോൾ ഹീറ്റിംഗ് വരുമോ? കാരണം MediaTek പ്രോസസർക്ക് ഹീറ്റിംഗ് ഇഷ്യൂ വരുമോ എന്നുള്ളൊരു ധാരണ പൊതുവേ ഉണ്ട്. ഇപ്പോഴെങ്കിലും അതെന്തെങ്കിലും മാറ്റം വന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യും. വരും ദിവസങ്ങളിൽ അതിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. പിന്നെ ആദ്യത്തെ 5G ഫോണായിട്ട് നമ്മൾ ഇതാണ് അൺബോക്സ് ചെയ്യുന്നത്. സത്യത്തിൽ ഞാൻ MI 10i അൺബോക്സ് ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത്. ബട്ട് അത് ഫസ്റ്റ് സെയിലിൽ എനിക്ക് കിട്ടിയില്ല. പിന്നീടുള്ള സെയിലിൽ ഞാൻ വാങ്ങിച്ചത് വന്ന് റിവ്യൂ ചെയ്ത് വരുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയി പോകും. ഓൾറെഡി നമ്മൾ സെയിലിൽ പർച്ചേസ് ചെയ്ത് റിവ്യൂ ചെയ്യുമ്പോൾ തന്നെ ലേറ്റ് ആണ്. അത് ഫസ്റ്റ് സെയിലിലും കിട്ടാതെ അതും കഴിഞ്ഞ് ഒരുപാട് ലേറ്റ് ആയിട്ട് നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അതിന് നിങ്ങൾക്കും ആവശ്യം ഉണ്ടാവില്ല. അതുപോലെ നമ്മളെ സംബന്ധിച്ചും വ്യൂസ് ഒന്നും കിട്ടാൻ വഴിയില്ല. അതുകൊണ്ടാണ് അത് നമ്മൾ സ്കിപ്പ് ചെയ്തത്. ഫസ്റ്റ് സെയിലിൽ കിട്ടാതെ പോയത് കൊണ്ടാണ് അത് വിട്ടുപോയത്. അല്ലാതെ നമ്മളത് വിട്ട് കളഞ്ഞതല്ല. 20,000 റുപ്പീസിലെ 5G ഫോൺ എന്ന് പറയുമ്പോൾ നമ്മൾ അതായിരുന്നു ആദ്യം എടുക്കാൻ ഉദ്ദേശിച്ചത്. എന്തായാലും അത് മിസ്സായി കുഴപ്പമില്ല. Redmi Note സീരീസിൽ 5G ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത Redmi ഫോൺ തീർച്ചയായിട്ടും 5G ഫോൺ തന്നെ ആയിരിക്കും മിക്കവാറും. അതും നമ്മൾ അൺബോക്സ് ചെയ്ത് തന്നെ നോക്കും. സോ എന്തായാലും Realme X7 അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ഫുൾ റിവ്യൂ അപ്ലോഡ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.